ആ തെറിച്ച് വീണ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്ന വിധമാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല പച്ച മാങ്ങയാണ്. നമ്മുടെ മുറ്റത്ത് 2-3 മാവുണ്ട്. അതിൽ നിന്ന് ഒരു മാവിൽ നല്ല പുളിയുള്ള മാങ്ങയാണിത്. ഒരു 2-3 എണ്ണം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ ചൊനയെല്ലാം നമ്മൾ നല്ലതുപോലെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് അത് കഴുകിയെടുക്കുക. പിന്നീട് നല്ല വൃത്തിയായി തൊലിയെല്ലാം ചെത്തിയതിന് ശേഷം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഏകദേശം ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതിയാകും. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ഏറെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇവിടെ നമ്മൾ മാങ്ങയുടെ നിരപ്പിനാണ് വെള്ളം ഒഴിക്കുന്നത്. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് നല്ലതുപോലെ അടിച്ചെടുക്കുക. അതൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ കുറുകിയായിരുന്നു. കാരണം മാങ്ങയുടെ കഷ്ണം ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പം കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് ഒന്നുകൂടെ അടിച്ച് നല്ലതുപോലെ അരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സച്ചു അമ്മച്ചിക്കും കൊച്ചുമൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബൈ.